പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വചനത്തിലെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ദുഷ്ടൻ മനസ്സു തിരിഞ്ഞ് തിരിച്ചു വരുന്നതിലല്ലേ, അവൻ നശിച്ചു പോകുന്നതിലല്ലല്ലോ എൻ്റെ സന്തോഷം. എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം മോനിക്ക എന്ന് പറയുന്ന വിശുദ്ധയിൽ നമ്മളിങ്ങനെ തുടിക്കുന്നത് കാണുന്നുണ്ട്. അത്രയ്ക്ക് തൻ്റെ മകന് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ കണ്ണീര് തോരാതെ പ്രാർത്ഥിച്ച ഒരമ്മയുടെ തിരുനാൾ ഓർമ്മയില്ല നമ്മളിന്ന്. അഗസ്റ്റീനോസിനെ മാനസാന്തരപ്പെടുന്നതിന് മുന്നേ തന്നെ പട്രീഷ്യസ് എന്ന് പറഞ്ഞിരുന്ന വിജാതീയനായിരുന്നൊരു മനുഷ്യനെ താൻ വിവാഹം കഴിച്ച അയാളെ തൻ്റെ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്കൊക്കെ നയിക്കുന്ന മോനിക്കയെ നമ്മൾ മറന്നു പോകരുത്. ഇത് ആളുടെ ഉള്ളിലിങ്ങനെ അലിഞ്ഞു ചേർന്നിരുന്നൊരു കാര്യമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മനുഷ്യരെ നേടുക, ആത്മാക്കളെ നേടുക. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനായി വിശുദ്ധ മോനിക്ക തയ്യാറായിരുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് റിലേറ്റ് ചെയ്യാവുന്നൊരു വിശുദ്ധയാണത്. തെറ്റിപ്പോകുന്നവർക്ക് വേണ്ടി കണ്ണു നിറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരെ എത്ര വൈകിയാലും തിരിച്ചു വരുമെന്നുള്ള സുവിശേഷത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ മോനിക്ക. കർത്താവിൻ്റെ മുൻപിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നൊരു വിധവയായ സ്ത്രീയെ നമ്മൾ കാണും. അവളുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ കർത്താവ് പറയും, നായ്ക്കൾക്ക് ഈ അപ്പം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ കർത്താവിൻ്റെ അടുത്തുനിന്ന് പോവാതെ ഈ സ്ത്രീ പിന്നാലെ നടന്ന് അപേക്ഷിക്കുന്നതിൻ്റെ കാരണം തൻ്റെ മകളെ തിരിച്ചെടുക്കണമെന്നുള്ളതാണ്. ഇതേ മനസ്സാണ്. എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ എത്ര അപമാനിക്കപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചെടുപ്പ് വലുതാണെന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന ഒരാൾ. ഈശോ ഒരു ഉപമ പറയുന്നുണ്ടല്ലോ, യജമാനെ ഒരു വർഷം കൂടി അവിടെ നിന്നുകൊള്ളട്ടെ, ഞാൻ ചുവട് കിളച്ച് വളമിടാം, എന്നിട്ടും അത് ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ പോരെ. അയാൾക്ക് ഏതാണ്ടൊക്കെ ഉറപ്പുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അതവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ഒരു വർഷമെങ്കിൽ ഒരു വർഷം ഒന്ന് നീട്ടിക്കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് യജമാനൻ്റെ അടുത്തിട്ട് എന്ന് പറയണത്. ഞാൻ ഒരു വർഷം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതിൻ്റെ അപ്പുറത്തുള്ളൊരു ശ്രമമൊന്നും നടത്താൻ ഇയാൾക്കില്ല. ചെറിയ കാലം മുതൽ തന്നെ അത്രയും സ്നേഹം കൊടുത്ത്, അങ്ങേയറ്റത്തെ സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ചിലരൊക്കെ ഇങ്ങനെ കൈവിട്ടു പോകുന്നത് കണ്ട് നിസ്സഹായതയോടുകൂടെ മനസ്സുമടുത്ത് ജീവിക്കുന്നവരുടെ മുന്നിലേക്കാണ് വിശുദ്ധ മോനിക്ക നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇവരുടെയൊക്കെ മാനസാന്തരത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള സുവിശേഷവുമായി നമുക്ക് മുന്നിലേക്ക് വരണത്. വലിയ പ്രത്യാശ നൽകുന്ന ഒരു വിശുദ്ധ. കണ്ണീരുമായിട്ടാണ് ഈ വിശുദ്ധയെ നമ്മൾ കാണുന്നതെങ്കിലും ഈ കണ്ണീര് നമ്മുടെ മുൻപിലെ പ്രത്യാശയാണ്, നമ്മുടെ മുൻപിലെ സാധ്യതയാണ്. മോനിക്കത് കണ്ണീരായിരുന്നെങ്കിൽ ചില മനുഷ്യർ കാർക്കശ്യം കൊണ്ടാണ് മനുഷ്യരെ നേടിയെടുക്കുന്നത്. മറ്റു ചിലരാവട്ടെ സ്നേഹത്തിൻ്റെ ഒരിക്കലും തള്ളിക്കളയാനാവാത്ത വശ്യത കൊണ്ട് ആളുകളെ ഇങ്ങനെ നന്മയിലേക്കും സ്നേഹത്തിലേക്കൊക്കെ തിരിച്ചെടുക്കുന്നത് കാണുന്നുണ്ട്. കാര്യം പറഞ്ഞല്ലോ, മോനിക്കയുടെ തിരുനാൾ, വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അകന്നു പോയിരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. അതിനൊരിക്കലും ഒരു മടിയും കാണിക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണീര് കാണാതിരിക്കില്ല, നിങ്ങളുടെ കാർക്കശ്യം കാണാതിരിക്കില്ല, നിങ്ങളുടെ സ്നേഹപൂർവകമായ ഇടപെടൽ കാണാതിരിക്കില്ല സ്വർഗം. ഉറപ്പായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഈ ഗൗരവക്കാരനാകുന്നുവോ, ആർക്ക് വേണ്ടി ഇത്രമാത്രം സോഫ്റ്റായി നിങ്ങൾ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ, അവരെയൊക്കെ സ്വർഗം തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ മോനിക്ക വലിയൊരു സുവിശേഷം കണക്കെ നമ്മുടെ മുൻപിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് സമർപ്പിക്കുകയാണ്. ഈ സമയം നിറയേണ്ടത് നമ്മുടെ കണ്ണുകളാണ്. ക്രിസ്തുവിൻ്റേത് കണക്കുള്ള ഹൃദയവുമായി ജീവിച്ചൊരു വിശുദ്ധയോട് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവെ, ഈ വിശുദ്ധ വഴിയായി ഞങ്ങളെയും ഇതുപോലെ
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഹൃദയം തന്ന് അനുഗ്രഹിക്കണേ എന്നുള്ളത് തന്നെയാണ്. ആലോചിച്ച് നോക്കിയേ, ഒരുപാട് തെറ്റിപ്പോയ ചില മനുഷ്യര് ഒരു ദിവസം പെട്ടെന്ന് വീടിൻ്റെ നന്മകളിലേക്ക് മടങ്ങി വരുന്നത്, ബന്ധങ്ങളുടെ ആ ഒരു കുളിർമയിലേക്ക് തിരികെ എത്തുന്നത്, നമ്മളെ ഒന്ന് പലപ്പോഴും വല്ലാതെ വഴക്കടിച്ചിരുന്ന മനുഷ്യര് സ്നേഹം മാത്രം പറയുന്ന മനുഷ്യരായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മൂവി കാണുമ്പോൾ അതിങ്ങനെ ആ ഒരു സിനിമയിൽ ഒരു പാട്ടിൽ ഇയാൾ ഓർത്തെടുക്കുന്ന കാര്യങ്ങളുണ്ട്. തൻ്റെ മകൻ തൻ്റെ മുൻപിൽ വെച്ച് മുണ്ടഴിച്ചിടുന്നത് കാണുമ്പോൾ ഇയാൾ ഓർക്കുന്നത് പണ്ട് തൻ്റെ മുൻപിൽ വെച്ച് മുണ്ട് ഇങ്ങനെ മുട്ടോളം കയറ്റി കുത്തി ധാർഷ്ട്യത്തോട് പോകുന്ന ഒരു രംഗമാണ്. ഇങ്ങനെ ഇവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ഈ തിരിച്ചുവരവിന് നമ്മുടെ നിറയുന്ന കണ്ണുകൾക്ക് ഒരുപാട് പങ്കുവഹിക്കാനാവുമെന്നാണ് വിശുദ്ധ മോനിക്ക പറഞ്ഞു തരണേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും പല രീതികളുണ്ടെങ്കിലും ഈ കണ്ണീര് കൊണ്ട് ശുദ്ധരാക്കപ്പെട്ട് തിരിച്ചു വരുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തിന് പിന്നീട് പാപത്തിലേക്ക്, തെറ്റുകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സ്നേഹം കൊണ്ടും കണ്ണീര് കൊണ്ടും ഈവൻ കാർക്കശ്യം കൊണ്ടും എന്തു ആയിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം അകന്നു പോയവരായിക്കൊള്ളട്ടെ, അവരെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരിത്തിരി നേരത്തെ കണ്ണീർ വാർക്കൽ, നമ്മുടെ ഇത്തിരി നേരത്തെ ഗൗരവത്തോടു കൂടിയുള്ള സംഭാഷണം, അവരെ ഇരുത്തിയുള്ള ഉപദേശം, നിർബന്ധപൂർവകമായിട്ടുള്ള ചില ശാഠ്യങ്ങൾ, ഇതൊക്കെ ഉപകരിക്കുമെങ്കിൽ എന്താണ് നമ്മളിപ്പോഴും അനങ്ങാതിരിക്കുന്നത്? വിശുദ്ധ മോനിക്കയോട് ഇതിനുള്ളൊരു വരം ചോദിച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പോകാൻ. പ്രിയപ്പെട്ടവരെയൊക്കെ തിരിച്ചു പിടിക്കാതെ, കർത്താവെ ഇനി ഞങ്ങളുടെ കണ്ണീര് മായാതിരിക്കട്ടെ, ഞങ്ങളുടെ സ്നേഹം കുറയാതിരിക്കട്ടെ, ഏത് വിധേനയും അവരെ അങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഉപകരണങ്ങളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ മോനിക്ക വഴിയായി കർത്താവിൻ്റെ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായി ഒരുങ്ങാം. മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും ആലോചിച്ചെടുക്കേണ്ട ചില മുഖങ്ങളുണ്ട്. നമ്മുടെ തിരിച്ചുവരവുകൾക്ക്, ജീവിതത്തിൻ്റെ നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും തിരികെ നടക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ ചില നിറഞ്ഞ കണ്ണുകളുടെ മനുഷ്യരാരാണെന്ന്. അവരുടെയൊക്കെ ഓർമ്മയുമായിട്ട് വേണം ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. ചിലരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാനും കണ്ണീരൊഴുക്കാനും നിർബന്ധം പിടിക്കാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നല്ലോ. അവരോടുള്ള കൃതജ്ഞത ഉള്ളിൽ നിറച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.